ഹായ് SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ്റെ 13th സെഷനാണിത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സെഷൻസിൻ്റെയും പ്ലേലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇൻ ട്രയാങ്കിൾ ABC ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ BAC കട്ട് ദി ലൈൻ BC at D. ഒരു ട്രയാങ്കിൾ ABC, ആ ട്രയാങ്കിൾ ABC-ലെ ആംഗിൾ എയുടെ ബൈസെക്ടർ BC എന്ന് പറയുന്ന സൈഡിനെ കട്ട് ചെയ്യുന്നത് പോയിന്റ് ഡിയിലാണ് കട്ട് ചെയ്യുന്നത്. സോ ഈ AD നമ്മുടെ ആംഗിൾ എനെ ബൈസെക്ട് ചെയ്യുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കവിടെ തന്നിരിക്കുന്ന വാല്യൂ ഇഫ് BD ഈക്വൽ ടു 6 എന്നാണ് തന്നിരിക്കുന്നത്. സോ ഈ ഒരു സൈഡ് നമുക്ക് 6 എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് BC ഈക്വൽ ടു 14. BC എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫുൾ BC ആണ് 14 എന്ന് തന്നിരിക്കുന്നത്. BC മൊത്തം 14 ആണെങ്കിൽ 14 നമ്മൾ 6 കുറയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഒരു CD എന്ന് പറയുന്ന 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് AB ഈസ് ടു AC എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈഡും അതേപോലെ തന്നെ ഈ ഒരു സൈഡിന്റെ റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ജോമെട്രിയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് AB ഈസ് ടു AC എന്ന് പറയുന്ന ആ ഒരു സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും ഏതിന്? നമ്മുടെ BD ഈസ് ടു CDക്ക്. എപ്പോൾ നമ്മുടെ ഇതേപോലത്തെ ഒരു ആംഗിൾ ബൈസെക്ടർ നമ്മുടെ ABയും ACയുടെയും അവിടെ ഉള്ള ആ എയുടെ ആംഗിൾ ബൈസെക്ടർ കട്ട് ചെയ്യുന്നത്, ആ ഒരു BCനെ കട്ട് ചെയ്യുന്നത് 6:8 റേഷ്യോയിലാണെങ്കിൽ നമ്മുടെ ഈ സൈഡ് ABയും ACയും ഏത് റേഷ്യോ തന്നെ ആയിരിക്കും വരുന്നത്? അതേ 6:8 റേഷ്യോയിൽ തന്നെ ആയിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഫെർദർ ക്യാൻസൽ ചെയ്യുമ്പോൾ 3:4 റേഷ്യോയിലായിരിക്കും നമുക്കത് വരുന്നത്. സോ നമ്മുടെ AB ഈസ് ടു AC എന്ന് പറയുന്നത് ആ ഒരു സൈഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. സോ അവിടെ ആംഗിൾ ബൈസെക്ടർ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ അതിനെ എടുക്കാൻ പറ്റും. 3:4 ഡയറക്ട്ലി ജോമെട്രിയുടെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A takes 4 times as much time as B or 5 times as much time as C to finish a piece of work. Working together, they can finish the work in 4 days. B can do the work alone in. ഇപ്പോൾ നമുക്കവിടെ ഒരു ടൈമിൻ്റെ റേഷ്യോസ് ആണ് തന്നിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ എയും ബിയും കൂടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ടൈമിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത് A takes 4 times as B എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം A 4 ഇരട്ടി സമയം എടുക്കും ബിനേക്കാളും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടൈം 4:1 ആണെങ്കിൽ എഫിഷ്യൻസി എന്തായിരിക്കും? നേരെ ഇൻവേഴ്സ് ആയിരിക്കും, 1:4 ആയിരിക്കും. അതേപോലെ തന്നെ അടുത്ത കേസിൽ നമ്മൾ എനെയും സീനെയും കൂടിയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എയും സീനെയും കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ ആ ഒരു ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് A takes 5 times as much time as C എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 5 ഇരട്ടി സമയം എടുക്കും സീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എടുക്കുമ്പോൾ നമുക്കത് 1:5 എന്നായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് മൂന്നും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കവിടെ A ഈസ് ടു B ഈസ് ടു C എന്ന റേഷ്യോയിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും എഫിഷ്യൻസിയുടെ കേസ് വരുമ്പം എയുടെ രണ്ട് റേഷ്യോസിലും വാല്യൂ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി ആ റേഷ്യോസിനെ കമ്പൈൻ ചെയ്യാം. സോ 1 ഈസ് ടു ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ഈസ് ടു സിയുടെ വാല്യൂ 5 എന്ന് വരും. സോ നമുക്ക് ഇവിടെ മൂന്നുപേരുടെയും ആ ഒരു എഫിഷ്യൻസിയുടെ റേഷ്യോ എന്താണ് എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എയും ബിയും സിയും കൂടി ഒരു 4 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എയും ബിയും സിയുടെയും ടോട്ടൽ എഫിഷ്യൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ആണ് ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവർ മൂന്നുപേരുടെ. സോ ഈ 3 പേരും കൂടി ആ ഒരു വർക്കിനെ 4 days കൊണ്ടാണ് തീർക്കുന്നത്. എയും ബിയും സിയും കൂടി ആ ഒരു വർക്കിനെ 4 days കൊണ്ടാണ് തീർക്കുന്നത്. അതേ വർക്കിനെ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദിച്ചിരുന്നത്. ആ ഒരു ടൈം എത്ര ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ A + B + Cയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 10 ആണ്. ഇൻറ്റു അവരെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 days ആണ്. അതേ വർക്കിനെയാണ് ബി ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 4 ആണ്. സോ 4 ഇൻറ്റു എത്രയോ സമയം കൊണ്ട് തീർക്കുന്നത്. സോ നമ്മളിതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 4ഉം 4ഉം ക്യാൻസൽ ആവും. നമുക്ക് അവിടുന്ന് ആ ഒരു എച്ച് എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ ബി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 10 days എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ 10 days. സോ ഓപ്ഷൻസിൽ വരുമ്പോൾ ഓപ്ഷൻ A 10 days ആണ് ആൻസർ. സോ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കത് ക്വസ്റ്റ്യൻ വളരെ ഈസി ആണെങ്കിൽ പോലും ക്വസ്റ്റിനെ കുറച്ചധികം ലെന്തി ആക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തൊരു ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ ക്വസ്റ്റ്യൻ ആണ്. എ സ്വിമ്മർ സ്വിംസ് ഫ്രം എ പോയിന്റ് P അഗെയിൻസ്റ്റ് ദി കറന്റ് ഫോർ 6 minutes ആൻഡ് ദെൻ swims back along the current for next 6 minutes and reaches at a point Q.
ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈസ് 120 മീറ്റർ ദെൻ ദ സ്പീഡ് ഓഫ് ദി കറണ്ട് ഈസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എഗെയിൻ ഒരു വളരെ നല്ല ക്വസ്റ്റൻ ആണ് എന്ന് തന്നെ പറയാം. നമുക്ക് ആദ്യം തന്നെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് അടുത്ത ഒരു പോയിന്റ് ലൈക്ക് ഒരു അൺനോൺ പോയിന്റിലേക്ക് നമുക്ക് അതിനെ 6 എടുക്കാം. സോ ആ ഒരു 6 എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകുന്നത് 6 മിനിറ്റ് എടുത്താണ് പോകുന്നത്, 6 മിനിറ്റ്സ് എടുത്താണ് പോകുന്നത്. ആൻഡ് ഇമ്പോർട്ടൻ്റ് എന്താണ്, എഗെയിൻസ്റ്റ് ദി കറണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ടിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്, ഈ ഒരു സൈഡിലേക്കാണ്. സോ കറണ്ടിന്റെ മൂവ്മെന്റ് എഗെയിൻസ്റ്റ് ആണ് സ്വിം ചെയ്തിരിക്കുന്നത്. ഇനി പറയുന്നത് ദെൻ ആ ഒരു പോയിന്റിൽ നിന്ന് തിരിച്ച് ബാക്ക് സ്വിം ചെയ്യുമ്പോൾ അപ്പം ആ സമയത്ത് ഏത് ഡയറക്ഷനിലായിരിക്കും വരുന്നത്, അതേ കറണ്ടിന്റെ അതേ ഫ്ലോയിലുള്ള അല്ലെങ്കിൽ അതേ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതേ 6 മിനിറ്റ് ആണ് തിരിച്ചു വരുന്നതെന്നും പറയുന്നുണ്ട്. സോ അങ്ങനെ 6 മിനിറ്റ് തിരിച്ചു വരുവാണെങ്കിൽ ആ ഒരു കറണ്ടിന്റെ ഫ്ലോയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രീമിന്റെ ഫ്ലോയിലിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് സ്വിം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നേരത്തെ കവർ ചെയ്തതിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് പറയുന്നത് ഇപ്പോൾ റീച്ച് ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് ക്യൂ ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് അവിടെ ക്ലിയർലി നമുക്ക് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 മീറ്റർ ആണ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്യൂവും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു പിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 120 മീറ്ററിന്റെ ഡിഫറൻസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 120 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് ദ സ്പീഡ് ഓഫ് ദി കറണ്ട് എന്താണ് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡ് ഓഫ് ബോട്ട് ബി എന്നും സ്പീഡ് ഓഫ് സ്ട്രീമിനെ അല്ലെങ്കിൽ കറണ്ടിനെ എസ് എന്നും തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡിസ്റ്റൻസിന്റെ വെച്ച് ഒന്ന് റിലേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പി ആർ എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും. അപ്പോൾ സ്പീഡ് എന്ന് പറയുമ്പോൾ എഗെയിൻസ്റ്റ് ദി കറണ്ട് പോകുകയായതുകൊണ്ട് തന്നെ സ്പീഡ് എന്തായിരിക്കും, ബോട്ട് മൈനസ് സ്ട്രീം ആയിരിക്കും കറണ്ട് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്, ബോട്ട് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ് ഇൻറ്റു അവിടെ എടുക്കുന്ന സമയം എത്രയാണ്, 6 മിനിറ്റ്സ് ആണ്. അപ്പോൾ 6 മിനിറ്റ്സിനെ നമുക്ക് സെക്കൻഡ്സിലേക്ക് മാറ്റുവാണെങ്കിൽ 360 സെക്കൻഡ്സ് എന്ന് എടുക്കാം. അതേപോലെ തന്നെ അടുത്ത ആ ഒരു തിരിച്ചു പോകുന്ന കണ്ടീഷൻ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആർ ക്യൂ എന്ന് പറയുന്ന കണ്ടീഷൻ ഒന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ അത് കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് പോകുന്നത് അല്ലെങ്കിൽ സ്ട്രീമിന്റെ അതേ ഡയറക്ഷനിലാണ് പോകുന്നത്. സോ നമ്മുടെ ടോട്ടൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ബോട്ടിന്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിന്റെ സ്പീഡ് ആയിരിക്കും ഇൻറ്റു അവിടെയും എടുക്കുന്ന സമയം 360 സെക്കൻഡ്സ് എന്നാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് റിലേഷൻ കൂടി ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കറിയാം ഇവിടുത്തെ ഈ ഒരു പി ക്യൂ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ആർ ക്യൂയിൽ നിന്ന് ആർ പി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പി ക്യൂ കിട്ടുന്നത്. സോ ആ ഒരു റിലേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് പി ക്യൂ എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആർ ക്യൂയിൽ നിന്ന് ആർ പി മൈനസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പി ക്യൂ നമുക്ക് 120 മീറ്റർ എന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ആർ ക്യൂ എന്നുള്ളതിന്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. സോ അതെന്ന് പറയുന്നത് ബി പ്ലസ് എസ് ഇൻറ്റു 360 ആണ്. ദെൻ മൈനസ് ആർ പി എന്ന് പറയുന്നത് ബി മൈനസ് എസ് ഇൻറ്റു 360 ആണ്. സോ നമുക്ക് ഇവിടുന്ന് ഇതൊന്ന് സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 360 കോമൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബി പ്ലസ് എസും ഇവിടുന്ന് മൈനസ് ബി പ്ലസ് എസ് എന്ന് വരും. സോ ബിയും ബിയും ക്യാൻസൽ ആയിട്ട് നമുക്ക് അവിടെ 2s ആയിരിക്കും ബാക്കി വരുന്നത്. സോ 2s ഇൻറ്റു ആ ഒരു കോമൺ എടുത്ത 360 ആൻഡ് ഈ ഒരു സൈഡിൽ 120 ഉണ്ട്. സോ ആ 120യും 360യും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 1 ഈക്വൽ ടു 2 ഇൻറ്റു 3 6s എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എസ് എന്ന് പറയുന്നത് 1/6 എന്ന് വരും. സോ 1/6 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1/6 ഇൻറ്റു കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ വേണ്ടി 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 6ഉം 18ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് വരും. ആൻഡ് ദെൻ നമുക്ക് 3 എന്ന് വരും. സോ നമുക്ക് ഇവിടുന്ന് 3/5 എന്നായിരിക്കും വരുന്നത്. 3/5 എന്ന് പറഞ്ഞാൽ 0.6 എന്ന് വരും. സോ 0.6 കിലോമീറ്റർ പെർ അവർ എന്ന് നമ്മുടെ ഫൈനൽ ആൻസർ വരും. സോ വളരെ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. അത്രയും പാടൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ കൺസെപ്റ്റ് വൈസ് വളരെ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. സോ ഓപ്ഷൻ ഡി 0.6 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആൻസർ എന്ന് തോന്നുന്നു. ഓപ്ഷനിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന ഇൻ കിലോമീറ്റർ പെർ അവറിലായിരുന്നു ചോദിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റൻ, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റൻ ആണ്. കപ്പിൾ സെൽസ് എ മൊബൈൽ ടു സച്ചിൻ അറ്റ് എ ഗെയിൻ ഓഫ് 15%. And Sachin again sell it to Rohit at a profit of 12%. If Rohit pays rupees 322, what is the cost price of the mobile for couple എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് സേ കപ്പിളിന്റെ ആ ഒരു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിച്ചോളൂ. കപ്പിൾ അതിനെ എന്ത് ചെയ്യുകയാണ്, സച്ചിന് സെല് ചെയ്യുകയാണ്. എത്രയെന്നാണ് സെല് ചെയ്യുന്നത്, 15% പ്രോഫിറ്റിലാണ് സെല് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 100ന്റെ 15% 15ഉം പ്രോഫിറ്റ് ആയതിന്റെ പ്ലസും. സോ 115 ആയിരിക്കും സച്ചിൻ അത് സെല്ല് ചെയ്യുന്നത്. സച്ചിൻ എന്ത് ചെയ്യുകയാണ്, അത് അടുത്ത രോഹിത്തിന് സെല് ചെയ്യുകയാണ്. സോ രോഹിത് അത് സെല് ചെയ്യുന്നത് 12% പ്രോഫിറ്റിലാണ് സെല് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ 115ന്റെ 12% എന്ന് പറയുമ്പോൾ
115 10%, 11.5, 1%, 1.15, 2%, 2.3. സോ അങ്ങനെ 11.5ഉം 2.3യും കൂടി എടുക്കുമ്പോൾ നമുക്ക് അത് 13.8 എന്ന് വരും. പ്രോഫിറ്റ് ആയതുകൊണ്ട് പ്ലസ് വരും. സോ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുകൂടി ആഡ് ചെയ്യുമ്പോഴത്തേന് 115 പ്ലസ് 13.8 എന്ന് പറയുമ്പോൾ 128.8 എന്ന് വരും. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന രോഹിത് എത്ര പേ ചെയ്തതെന്ന് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 128.8 എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് അവിടെ 322 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ റുപ്പീസ് എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് മൊബൈലിന്റെ കോസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 100 എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എടുക്കാം. 322 എന്ന് പറയുന്നതാണ് നമ്മുടെ 128.8 എന്ന് പറയുന്നത് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടണം. സോ നമ്മളിത് സോൾവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഇതൊരു അവിടെ തന്നേക്കുന്ന വാല്യൂ വെച്ച് നമ്മൾ ഇതിനൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 100% എന്ന് പറയുന്ന 128.8ന്റെ വാല്യൂ ആണ് 322. അപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും. സോ 322ക്കാളും കുറവാണെങ്കിൽ ഉറപ്പായിട്ടും 325 വരത്തില്ല, ആൻഡ് 450 വരത്തില്ല, ആൻഡ് 350യും വരത്തില്ല. ഒൺലി പോസിബിൾ ആൻസർ ഇസ് 250 ആണ്. സോ ഓപ്ഷനിൽ എക്സാമിൽ കൊടുത്തിരുന്ന വാല്യൂ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ആൻസർ വളരെ പെട്ടെന്ന് തന്നെ, ഈവൻ കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ പോലും ഓപ്ഷനിൽ നിന്ന് നമുക്കത് വളരെ പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരുന്നത്. സോ 250 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ക്ലിയർ? ആൻഡ് ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ഒരു ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റൻ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. 16 cos cube π/6 മൈനസ് 12 cos π/6 ആണ് കൊടുത്തിരിക്കുന്നത്. സോ π/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി ആണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നേക്കുന്ന അനുസരിച്ചാണെങ്കിൽ 16 ഇൻറ്റു cos 60 ഡിഗ്രിയുടെ ക്യൂബ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ cos 60 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം cos 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √3/2 ആണ്. അതിന്റെ ക്യൂബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ -12 ഇൻറ്റു അഗെയിൻ cos 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത ആൻസർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 16 ഇൻറ്റു √3യുടെ ക്യൂബ് എന്ന് പറയുമ്പോൾ 3√3 എന്ന് വരും, ആൻഡ് 2യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ -12 ഇൻറ്റു √3/2 ആണ് നമുക്കവിടെ ഉള്ളത്. സോ നമ്മളൊന്ന് ക്യാൻസൽ ഒക്കെ ചെയ്യുകയാണെങ്കിൽ 2ഉം 12 കൂടി ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇവിടെ 6 എന്ന് വരും. ഇവിടെ നമുക്ക് 8ഉം 16ഉം ക്യാൻസൽ ചെയ്താൽ 2 എന്ന് വരും. അഗെയിൻ ഇവിടെ 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6√3 എന്ന് തന്നെ വരും. ഇവിടെയും നമുക്കുള്ളത് 6√3 തന്നെയാണ്. നടുക്ക് മൈനസ് ആണുള്ളത്. സോ രണ്ടുകൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 0 എന്നായിരിക്കും കിട്ടുന്നത്. സോ ഓപ്ഷൻ എ 0 ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ CGLന്റെ ഈ ഒരു സെഷനിൽ നമ്മൾ CGLന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഇതിന് മുമ്പുള്ള സെഷൻസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ചാനലിൽ ചെന്ന പ്ലേലിസ്റ്റിൽ നിന്നും കാണാവുന്നതാണ്. ആൻഡ് പ്ലേലിസ്റ്റിൽ നമ്മുടെ SSC GDയുടെയും റെയിൽവേയുടെയും അതുപോലെ തന്നെ CGLന്റെയും പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് പഠിക്കാൻ കിട്ടിയെങ്കിൽ, എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് കിട്ടിയെങ്കിൽ ഡെഫിനറ്റ്ലി സെഷൻ ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. സോ വരുന്ന സെഷൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.